ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻ്റ് എല്ലാം ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാം. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുഴിമന്തി റെഡിയാക്കാനായിട്ട് പോകുന്നത് മാസ് കിച്ചൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പാക്കിനകത്ത് നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള റൈസും അതുപോലെ തന്നെ മസാല, സ്പൈസസ്, പിന്നെ നമ്മുടെ മാഗി ക്യൂബ്, ഇതെല്ലാം ഈ ഒരു പാക്കറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി എന്നുള്ളതും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കുഴിമന്തി റെഡിയാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ മാഗി ക്യൂബും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മന്തി മസാലയാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടൊരു നുള്ള ചുവന്ന കളറും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കൈ അളവിൽ നമുക്ക് മല്ലിയിലയും പുതിന ഇലയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വലിയ പീസായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊന്ന് വരഞ്ഞിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആണെങ്കിൽ വരഞ്ഞു കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയിൽ നന്നായി ഒന്ന് ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കാം. ഇങ്ങനെ പുരട്ടിയതിന് ശേഷം എല്ലായിടത്തും മസാല ഒക്കെ ആയതിന് ശേഷം 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി നമുക്ക് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ നേരം അരി ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പിന് 1.25 കപ്പ് എന്നുള്ള അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഈ അരി അളന്നെടുത്തപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 4.5 ഗ്ലാസ് അരിയാണ് ഉണ്ടായത്. അപ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി കുതിരാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് കുഴിമന്തി റെഡിയാക്കി എടുക്കാം. ഞാനിതിലോട്ട് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ capsicum ഒരെണ്ണം, ഒരു സവോള, 4 പച്ചമുളക്, പിന്നെ ആ മന്തി മസാലയുടെ പാക്കറ്റിലുണ്ടായ സ്പൈസസ്, പിന്നെ ഒരു 2 തക്കാളി വെള്ളം ചേർക്കാതെ ചെറിയ മിക്സിയിലിട്ട് അടിച്ചെടുത്തതും വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ചിക്കനെല്ലാം ഓരോന്നായിട്ട് നിരത്തി വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. ഇതിൽ ഇനി നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ നേരത്തെ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗമൊക്കെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് മറുഭാഗവും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ചിക്കൻ വേവിച്ച് വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വെള്ളം കൂടി അളന്നെടുത്തിട്ട് വേണം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഈ വെള്ളം ഒരു 3/4 ഗ്ലാസ് അളവിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരി വേവിക്കാനുള്ള വെള്ളം അളന്നെടുക്കാനായിട്ട്. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ആ ചിക്കൻ വേവിച്ച പാത്രത്തിലോട്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവാള ഒക്കെ ചെറുതായിട്ട് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് മുഴുവനോടെയാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം.
സോറി, ഇഞ്ചി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള ഒക്കെ ഒന്ന് വാടി നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ക്യാപ്സിക്കം എല്ലാം കൂടിയിട്ട് നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും കൂടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ വേവിച്ച വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി നമുക്കിതിലോട്ട് അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കഴുകി ഊറ്റി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അരി ചേർക്കുന്നതിന് മുമ്പ് ഞാനതിലോട്ട് ഉപ്പ് ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ അവിടെ നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ അരി വേവിക്കുമ്പോൾ ആദ്യം ഫ്ലെയിം നന്നായി കൂട്ടി വെക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ചോറ് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നന്നായി വെള്ളമൊക്കെ വറ്റി ചോറ് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് കളർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ യെല്ലോ കളറും റെഡ് കളറും കൂടിയിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കളറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ കരി ഒന്ന് ചൂടാക്കി വെച്ചെടുത്തതിന് ശേഷം അതിലോട്ട് അല്പം സൺഫ്ലവർ ഒടിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ അടച്ച് വെച്ച് നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ദാ നമ്മുടെ ചോറ് മന്തി റൈസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ നടുക്കത്തെ ആ കരിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ പാക്ക് ഇല്ലെങ്കിലും നമുക്ക് മന്തി റൈസ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്